ഗുഡ് മോർണിംഗ് DXN. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്ന് നമുക്ക് മീറ്റിംഗ് എടുക്കാൻ വന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം സിറാജ് അങ്കിൾ ആണ്. സിറാജ് അങ്കിൾ എക്സിക്യൂട്ടീവ് ക്രൗൺ ഡയമണ്ട് ആണ്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം സിറാജ് അങ്കിളെ. വെൽക്കം സിറാജ് അങ്കിൾ. താങ്ക് യു മേഘുട്ടി. താങ്ക് യു. വെൽക്കം. ഓക്കെ. ഹലോ മേഘ, കണ്ടിന്യൂ. എല്ലാരും ഓക്കെ. നമുക്ക് തുടങ്ങാം. ഷുവർ. ഓക്കെ. ഓക്കെ. സോ ഗുഡ് മോർണിംഗ്. ഗുഡ് ഒരു മോർണിംഗ്. എഗ്രിമെന്റിന്റെ പുറത്താണ് ഞങ്ങൾ തുടങ്ങിയത്. മേഘ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷെ മേഘ എന്നോട് പറയാ സ്ഥിരങ്ങൾ തുടങ്ങിക്കോ. വളരെ എന്താ പറയാ, ഒരു രാജീവായിട്ടുള്ള ബന്ധം വെച്ചിട്ട്, രാജീവിന്റെ മോളാണ് മേഘ. വളരെ ആക്റ്റീവായിട്ട് ഇപ്പൊ മേഘയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. വളരെ ആക്റ്റീവായിട്ട് DXNല് ഒരു ഓൺലൈൻ ലീഡറായിട്ട്, വളരെ പവർഫുൾ ആയിട്ടൊരു ലീഡറായിട്ട് വരാനാണ്. എന്തായാലും വളരെ സന്തോഷം. പ്രിയപ്പെട്ട ഒരു മേഘൂട്ടിയാണെന്ന് ഓൺ ചെയ്തിരിക്കുന്നത്. രാജീവ് ഏതോ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഏതോ നെയ്യാറ്റിൻകര നെടുമങ്ങാടോ മറ്റോ ആണ്. ഓക്കെ. ഇന്ന് നമ്മുടെ കൂടെ ഹംസ മാഷ് ഉണ്ട്, മുസ്തഫ ഉണ്ട്, സലീം ഭായി ഉണ്ട് തിരുവരുന്ന്. ധാരാളം ആളുകളുണ്ട്. എന്തായാലും വളരെ വളരെ സന്തോഷം പ്രിയപ്പെട്ടവർ. വൺസ് അഗൈൻ വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരും ഗുഡ് മോർണിംഗ് ഒന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ. സംസാരം എല്ലാവരും കൂടി ഇട്ട് കഴിഞ്ഞ് ചിലപ്പം ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഒരു പിടിയില്ല, ഇല്ലേ മോഹൻജി? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇടാം. ഓക്കെ. സോ പ്രിയപ്പെട്ടവർ, വളരെ വളരെ സന്തോഷമുള്ള അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡിലാണ് ഞാനുള്ളത്. വേറൊന്നും കൊണ്ടല്ല. ഞാനിപ്പോ DXNൽ വന്നിട്ട് ഏകദേശം 25 വർഷം ആകുകയാണ്. ഈ ഓഗസ്റ്റ് 11 ആകുമ്പോൾ 25 വർഷം DXNൽ പിന്നിടും. ആ 25 വർഷം എന്ന് പറയുമ്പോൾ DXN ലോകത്ത് വന്നിട്ട് ഏകദേശം 32 വർഷമായി. 9ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യയിൽ എത്തുന്നു. ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകൻ എന്ന നിലയ്ക്കും ധാരാളം ഹഡിൽസ്, ഒത്തിരി പ്രോബ്ലങ്ങളും ടെസ്റ്റിമോണിയൽ ഇല്ലാത്ത പീരീഡും ഒക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോ നമുക്ക് കാണാൻ പറ്റുന്ന, ഞാൻ വളരെ ഹാപ്പി ആണെന്ന് പറയാൻ കാര്യം, 2000 ജോയിൻ ചെയ്ത് 2002 ഒക്കെ ആയപ്പോഴത്തേക്കും വലിയൊരു ഗ്രൂപ്പ് കേരളത്തിൽ ഡെവലപ്പ് ചെയ്തു വളരെ ഫാസ്റ്റ് ആയിട്ട്. ഏതാണ്ട് 4ാമത്തെ മാസം തന്നെ ഞാൻ സ്റ്റാർ ഏജന്റ് ആയി. 6ാമത്തെ മാസം തന്നെ സ്റ്റാർ റൂബി ആയി. ആദ്യത്തെ 9ാമത്തെ മാസം തന്നെ ഞാൻ ഡയമണ്ടും ആയി. അത്രയും, അതായത് യാതൊരു ടെസ്റ്റിമോണിയലും ഇല്ല, യാതൊരുവിധ ട്രെയിനിങ് പ്രോഗ്രാംസും ഇല്ല, യാതൊരുവിധ ബിസിനസ് ഒന്നും നടക്കാത്ത ഒരു സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ, എന്നെ രാജീവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ യാതൊരുവിധ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. പക്ഷെ ആ സമയത്ത് വളരെ വളരെ ടയർലെസ് ആയിട്ട്, അതായത് വളരെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തതിന്റെ പേരിലാണ് ഫാസ്റ്റ് ആയിട്ട് 9ാമത്തെ മാസം ഡയമണ്ട് ആകുകയും ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് മേലെ വരുമാനം വാങ്ങിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. 2003 വളരെ വളരെ പ്രതീക്ഷയോടുകൂടി ചെറിയ വീട്ടിൽ നിന്നൊക്കെ ഒരു വലിയ വീട് പണയത്തിനൊക്കെ എടുത്ത് അങ്ങോട്ടൊക്കെ മാറി. ആ ടൈമിൽ ഒരു ദിവസം ടെലിവിഷനിൽ ഒരു വാർത്ത വന്നു. DXN ഉൾപ്പെടുന്ന കമ്പനികൾക്ക് എതിരായിട്ടൊക്കെ, ഡയറക്ട് സെല്ലിങ്ങിനെതിരായിട്ടൊക്കെ വലിയൊരു വാർത്ത വന്നു. ആ വാർത്ത വന്നപ്പോൾ എനിക്ക് മണ്ണാർക്കാട് അതുപോലെ നെടുമങ്ങാടൊക്കെ ഉണ്ടായിരുന്ന ടീമിൽ പലരും ഒക്കെ പറഞ്ഞിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്കാറ്റേഡ് ആയി. 2003 ലാസ്റ്റിലായപ്പോഴത്തേക്കാണ് ദുബായ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഗ്രോ ആയി, പിന്നെ താഴെ വന്നു, പിന്നെ അങ്ങനെ കേരളത്തിലൊരു വല്ലാത്ത ഡയറക്ട് സെല്ലിങ്ങിന് ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ ആദ്യകാലത്തൊക്കെ ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഹാപ്പിയാന്ന് പറയാനുള്ള കാരണം ഞാൻ പറയാം. ഞാൻ ഇന്നലെ കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ, ഒരു കാർഡിയോളജി ഡോക്ടർക്ക് ഏതാണ്ട് 14,000 രൂപയുടെ പ്രൊഡക്റ്റ്, 14,245 രൂപയുടെ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കാനും, ആ ഡോക്ടർ എന്നെ പലവട്ടം വിളിക്കുകയും അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിൽ കൊണ്ടുപോയി കൊടുക്കാൻ അവസരം കിട്ടി. ഒരു കാർഡിയോളജിസ്റ്റ് ആണ്, കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലെ ഹെഡും കൂടിയാണ്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, 25 വർഷം അല്ലെങ്കിൽ 22-23 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജീവും കൂടെ എറണാകുളത്ത് ലയൺസ് ക്ലബിന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നിടത്ത് ചെന്നായിരുന്നു. അന്ന് അവിടെ ഡയബറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു ക്ലാസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഡയബറ്റീസിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു പുസ്തകമൊക്കെ ആയിട്ട് അതിരാവിലെ 10 മണിക്ക് തന്നെ മീറ്റിംഗ് സ്ഥലത്തെത്തി. അപ്പൊ അവിടെ ആരും വന്നിട്ടില്ല. ലയൺസ് ക്ലബിന്റെ പ്രോഗ്രാമാണ്.
അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മുമ്പിലത്തെ സീറ്റിൽ തന്നെ ഇരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോ കുറെ ആളുകൾ നിറയാൻ തുടങ്ങി. കുറെ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു വലിയ ഡോക്ടർ, ഡയബറ്റീസും ഒരു ലേഡി ഡോക്ടറാണ്, ഡയബറ്റീസ് കൊണ്ട് ഭാവിയിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും, ഈ വാക്കൊക്കെ അന്ന് ആദ്യം കേൾക്കുക. ഈ കൊളസ്ട്രോൾ എന്താണെന്ന് അന്ന് എല്ലാവർക്കും അറിയാം, ചെറുതായിട്ട് അറിയാം. ഈ ട്രൈഗ്ലിസറൈഡ് എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് പോലും നമുക്ക് പിടികിട്ടാത്ത അത്രയും എന്താ പറയുക ബൊംബാസ്റ്റിക് വേർഡുകളായിരുന്നു ഡോക്ടറുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ആൺ ഡോക്ടറും വേറെ 2-3 ഡോക്ടേഴ്സ് എല്ലാം കൂടി നടത്തുന്ന ഒരു നല്ല പ്രോഗ്രാം, ഒരു മെഡിക്കൽ കമ്പനി, ഒരു ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ കമ്പനി സ്പോൺസേർഡ് പ്രോഗ്രാം. ഏകദേശം ഒരു 200ഓളം രോഗികളും എല്ലാവരും കൂടി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ്. പെട്ടെന്ന് ബാക്കിൽ മെഡിക്കൽ കമ്പനിയുടെ ഒരു പവലിയൻ ഇട്ടിട്ടുണ്ട്. അവിടെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനും അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള മെഷീനൊക്കെ വിൽക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മുമ്പിൽ ഇരിക്കുക. അപ്പം പെട്ടെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം ഓരോരുത്തർ വന്നിട്ട് ഒരു വലിയ പൊക്കമുള്ള ഒരാൾ വന്ന് അയാൾ അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യ വെളുത്തുള്ളി അരച്ച് എന്തോ ഇല ഉരുട്ടി അതുകൊണ്ടൊന്ന് മുറ്റത്ത് വെച്ച് ഉണക്കി ഞാൻ അത് കഴിക്കുന്നുണ്ട്, അതങ്ങനെ വളരെ നല്ലതാണ്. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ അതിന്റെ റെസിപ്പി ഒക്കെ പറയുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുക, പറയില്ല ഞങ്ങളൊന്ന് എഴുതിയെടുത്തോട്ടെ. അങ്ങനെ ഓരോരുത്തർ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ രാജീവിനോട് പറഞ്ഞത്, രാജീവ്ജി, നിങ്ങളുടെ അമ്മയ്ക്ക് നല്ല റിസൾട്ട് വന്നല്ലേ ക്യാൻവർമ കഴിച്ചിട്ട്, ഇതൊരു അവസരമാണ്. ഈ 200 പേരിൽ ആരെങ്കിലും ഇത് മേടിക്കുമായിരിക്കും. ആ മൈക്കും അവിടെ ഉണ്ട്, നിങ്ങൾ ഒന്ന് പോയി സംസാരിക്കാൻ പോകും. രാജീവ് പറഞ്ഞു, വേണ്ട, ശരിയാവില്ല, ഇത് ശരിയാവില്ല, ഇത് വേറെ പരിപാടി, ശരിയാവില്ല. ഞാൻ പറഞ്ഞു, നീ ഒന്ന് അങ്ങനെ കുത്തി പൊക്കി, മുട്ടയെ കൊണ്ട് പൊക്കി അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു. പക്ഷെ അവിടെ പോയി മൈക്ക് എടുത്ത് 15 ദിവസം മുമ്പുള്ള 20 ദിവസം മുമ്പുള്ള അദ്ദേഹത്തിന്റെ അമ്മയുടെ അനുഭവം പറയുന്ന സമയത്ത് ഒരു മഹാമണ്ടത്തരം ഈ മനുഷ്യൻ ചെയ്തു. വേറൊന്നുമല്ല, അന്ന് RGGLന്റെ 30 RGGLന്റെ ബോട്ടിൽ, കാലി ബോട്ടില്, അമ്മ കഴിച്ചതിന്റെ ബോട്ടിലും കൊണ്ടാണ് ഇദ്ദേഹം അവിടെ വന്നത്. അദ്ദേഹത്തിന്റെ ബാഗ് തുറന്ന് ഈ കാലി ബോട്ടിൽ എടുത്തിട്ട് ആ പോഡിയത്തിന്റെ മുകളിൽ വെച്ചു. ഇത് വെക്കലും ഈ ഗ്രൂപ്പിൽ നിന്ന് ആളുകളെല്ലാം കൂടി അരച്ചു പൊളിച്ച് ഇങ്ങോട്ട് സ്റ്റേജിൽ കയറി ഈ ഗുളിക ഇങ്ങനെ എടുത്ത് ഇതിന്റെ ബോട്ടിൽ, അപ്പൊ പൊക്കമുള്ള ഭയങ്കര 6 അടി പൊക്കമുള്ള ഒരു ഡയബറ്റിക് പേഷ്യന്റ് ഉണ്ടായിരുന്നു. പുള്ളി ഇത് കയ്യിൽ വളഞ്ഞു നിന്ന് എടുത്തിട്ട് പൊക്കി പിടിച്ചോണ്ട് നിൽക്കുക. എല്ലാവരും മുകളിലോട്ട് നോക്കി നിൽക്കുക. പെട്ടെന്ന് ഡോക്ടർ ആരോ അവിടെ നിന്ന് കണ്ടു. എല്ലാവരും കൂടെ ഈ എന്താ പറയാ ഈ ഒരു 2-3 ആൾക്കാരുടെ ചുറ്റും കൂടെ എന്താന്ന് ഓടിയടിച്ച് പുള്ളി കൂടെ ഓടിയടിച്ചു വന്ന് പുള്ളിയുടെ കണ്ടപ്പോ തന്നെ ഈ മനുഷ്യന് ഡോക്ടറുടെ കയ്യിലിട്ട് ഈ ഗുളിക ഈ ബോട്ടിൽ കൊടുത്തു. രണ്ടും നോക്കിയിട്ട് പറഞ്ഞു, ഇതാരെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കണ്ട്, രാജീവ് അവിടെ നിൽക്കണ്ട്, ഞാൻ താഴ്ത്തി ഇരിക്കുകയാണല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് രാജീവിന്റെ അടുത്തോട്ട് ചെന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു, ദിയാളാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രാജീവിനെ വെച്ച്, വാട്ട് യു തിങ്ക്, ആർ യു തിങ്ക് വി ഓൾ ആർ ഫൂൾസ് എന്നൊക്കെ പറഞ്ഞു. കുറെ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞു. എന്നാ ഇംഗ്ലീഷൊന്നും അത്ര പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെന്ന് രാജീവിനെ പിടിച്ചില്ലെങ്കിൽ ഇയാൾ ബോധം കെട്ട് വീണേ. അത്രയും നാണം കേടും ഫയലെല്ലാം എടുത്ത് അങ്ങ് നീക്കി ഒരു എറിയുന്ന പോലെ അങ്ങ് എറിഞ്ഞു. അതേ മാനസികാവസ്ഥ 23 വർഷം മുമ്പ് നടന്നപ്പോ ഇന്നലെ എന്നെ സംബന്ധിച്ചിട്ട് ഒരു അഭിമാനത്തിന്റെ ദിവസമാണ്. കാരണം രണ്ടാമത് അദ്ദേഹം വിളിച്ചിട്ട് വീണ്ടും പ്രൊഡക്റ്റ് ആവശ്യപ്പെടുന്നു. എനിക്ക് തോന്നി, ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കിങ്ങനെ തോന്നി, അന്ന് ഞാനൊരു ബൈക്കില് രാജീവും ഞാനുമായിട്ട് ഈ ലയൺസ് ക്ലബിന്റെ പ്രോഗ്രാമിന് പോയി എങ്കിൽ ഇന്നലെ ഞാൻ പോയത് എൻ്റെ ഹോണ്ട സിറ്റി കാറിൽ കൊമ്പുച്ച ഉൾപ്പെടുന്ന പ്രൊഡക്റ്റ് ബാഗിൽ വെച്ചിട്ട് ചെന്നപ്പോൾ ഞാൻ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ഡോക്ടർ വിളിച്ചിട്ട് ഒരു ബോക്സ് കൊമ്പുച്ചും കൂടി വേണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഞാൻ രണ്ടാമതും പുറകെ പിന്നെയും ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് അവിടെ കൊണ്ടു കൊടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ലോകത്ത് ഒരു സാധനം വരുമ്പോൾ അതിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും ആ പ്രൊഡക്റ്റ് ഈ സമൂഹത്തിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള തീരുമാനങ്ങളും അതിനെക്കുറിച്ചിട്ട് നടന്നിട്ടുള്ള റിസർച്ച് റിപ്പോർട്ടുകളും ഒക്കെ ടയർലെസ്ലി വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 100% നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് അത് ഈ മഹാപ്രസ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലൂടെ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്തതിന് തെളിവാണ് ഞങ്ങൾ ഓരോരുത്തർ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വൈ DXN, ഈ കാലഘട്ടത്തിൽ DXN ആവശ്യമുണ്ടോ? ഫസ്റ്റ് പോയിന്റ്, ഈ കാലഘട്ടത്തിന് DXN ആവശ്യമാണോ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ആവശ്യം? ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ എല്ലാ നാളും ഫോക്കസ് ചെയ്യുന്നത് സ്പൈറുലിന എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്. ഞാൻ ഇന്ന് നേരം വെളുത്തിട്ട് ഈ വൈകുന്നേരത്തെ പ്രസന്റേഷന് വേണ്ടി മാത്രം 11 വീഡിയോ സ്പൈറുലിൻ റിലേറ്റഡ് ആയിട്ടുള്ള 11 വീഡിയോ ഞാനിപ്പോൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രസന്റേഷന് ശേഷം ഡയമണ്ട് ഗ്രൂപ്പിലേക്ക് ഞാൻ കണ്ട വീഡിയോസ് അയക്കാം.
അതില് ഡീഗോ മർഡോണ, ഹിസ് എക്സലൻസി ഡീഗോ മർഡോണ, അതായത് ഫുട്ബോളർ മർഡോണയുടെ ബ്രദർ. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ സൈറ്റ് അഡ്രസ് പറഞ്ഞു തരാം. ഇതിൽ ആരെങ്കിലും ഈ ഒരു പ്രോഗ്രാം സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്താല് നിങ്ങൾക്ക് ആ വീഡിയോസ് മൊത്തം കിട്ടും. ജസ്റ്റ് ഗൂഗിളിൽ പോവുക, ഗൂഗിളിലാണ്, യൂട്യൂബിലല്ല കേട്ടോ, ഗൂഗിളിൽ പോവുക, സ്പൈറുലിന ആൻഡ് ഇംസാം, സ്പൈറുലിന എന്ന് അടിക്കുക, ഇംസാം. ഇംസാം എന്ന് പറയുന്നത് IIMSAM. അപ്പൊ ഒരു സൈറ്റ് വരും, അവിടെ നിന്ന് വീഡിയോ എന്ന് അടിച്ചാൽ ഏതാണ്ട് കുറെ വീഡിയോസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു 3 വീഡിയോ കാണുമ്പോൾ, ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സ്പൈറുലിന ഈ ലോകത്ത് എങ്ങനെയാണ് ആളുകൾ കഴിക്കേണ്ടത്, അതിന്റെ ആവശ്യകത എന്താണെന്ന് വളരെ വ്യക്തമായി പറയുന്ന ഒരു പിക്ചർ, ഒരു വീഡിയോ ഉണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ ഇംസാം DXനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഇന്നലെ 2 ദിവസം മുമ്പ് ഞങ്ങൾ എറണാകുളത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ശൂന്യയുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു. തിരൂരിന്ന് തിരൂരിന്ന് നമ്മുടെ നവാസ് ഉണ്ടായിരുന്നു, ഷംസുദ്ദീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പ്രോഗ്രാമില് ODOC എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ODOC എന്ന് പറഞ്ഞാൽ $1 1 ചൈൽഡ് ഒരു പ്രോഗ്രാം. അതില് നമ്മുടെ പുക്കാട്ടുപടിയിലുള്ള പ്രദീപിന്റെ ടീമിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും, അവർക്ക് ഫ്രീ ആയിട്ട്, അതായത് നമ്മുടെ DXNൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ $1 കമ്പനിക്ക് കൊടുക്കുമ്പോൾ $1 കമ്പനിയും കൂടി ഇടും. അതായത് നമ്മളിപ്പോൾ $10 കൊടുക്കുന്നതെങ്കിൽ $10 കൂടി കമ്പനി ഇട്ടുകൊണ്ട് ആ ടോട്ടൽ എമൗണ്ട് എടുത്തിട്ട് ലോകത്തുള്ള ഏതാണ്ട് 100 ചില്ലാനും രാജ്യത്തുള്ള മാൽനരിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോഷക ന്യൂനത സംഭവിച്ച കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്പൈറുലിന കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും കൂടിയാണ് നടന്നത്, ഞാൻ നടന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയ, അതായത് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും അവിടെ വന്നിരുന്നു. 8 ബോട്ടിൽ സ്പൈറുലിന, അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് നോട്ട് ഫോർ സെയിൽ, ODOC ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ, ഞാൻ പറഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണാൻ തയ്യാറാണെങ്കിൽ, ഏതാണ്ട് ആദ്യത്തെ 2-3 വീഡിയോ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു സ്പൈറുലിന എന്ന് പറയുന്ന പ്രോഡക്റ്റ്, ഇപ്പം ഈ പ്രോഗ്രാം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് തന്നെ നമ്മുടെ ഒരു മെമ്പർ വിളിച്ചിരുന്നു. ആ മെമ്പർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് ഷിബു എന്നാണ്, അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതിങ്ങനെ ഈ സ്പൈറുലിന കൊടുത്തപ്പോൾ ഒരു ബാങ്കിൽ എന്തോ വർക്ക് ചെയ്യുന്ന ഒരാള് എന്തോ ഇതിന്റെ സൈഡ് എഫക്റ്റ് നെറ്റിൽ നിന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് ഒരു വോയിസും അതൊക്കെ എനിക്ക് അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ അതിനൊറ്റ കാര്യമുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വ്യക്തികളെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ജോലി. വ്യക്തികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് വ്യക്തികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളെ പോലും പുതിയൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ സ്പൈറുലിനയുടെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് സൈഡ് എഫക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ സാർ ആദ്യം ചെയ്യുക, വെള്ളത്തിന്റെ സൈഡ് എഫക്റ്റ് എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. സൈഡ് എഫക്റ്റ് ഓഫ് വാട്ടർ, ഒരുപാട് ഇൻഫർമേഷൻ, വെള്ളം അതാണ്, വെള്ളം ഇതാണെന്ന് പറഞ്ഞു വരും. സൈഡ് എഫക്റ്റ് ഓഫ് റൈസ്, ചോറിന്റെ അല്ലെങ്കിൽ അരിയുടെ സൈഡ് എഫക്റ്റ് ഓഫ് ആപ്പിൾ. ഈ മനുഷ്യൻ എനിക്ക് ആപ്പിളിന്റെ സൈഡ് എഫക്റ്റിന്റെ കോപ്പി അങ്ങനെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ പറയുന്നത് അവരോട് പറയാ, ആ പറഞ്ഞ ആളോട്, സൈഡ് എഫക്റ്റ് എന്തിനുണ്ട് എന്ന് ചോദിച്ചു ഗൂഗിളിൽ സെർച്ച് ചെയ്താല് എന്തിനെ കുറിച്ചിട്ടും സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതിന് ആധികാരികമായ ഒരു സൈറ്റിൽ പോവുക. അതാണ് ഞാൻ പറഞ്ഞത് ഇംസാം. ഏതാണ്ട് 100 ചില്ലാനും രാജ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ട് യുനെസ്കോയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ് ഈ ഒരു ഇംസാം എന്ന് പറഞ്ഞത്. അവർ ഭയങ്കര വലിയ രീതിയിൽ ഇതിനെക്കുറിച്ച് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. അവർ ആഫ്രിക്കയിലും എത്യോപ്യ പോലത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ സ്പൈറുലിന ഫ്രീ കൊടുക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്ന അവരുടെ കുട്ടികൾ, ഇപ്പൊ നൈറ്റ് ബ്ലൈൻഡ്സ്, അതായത് ആ പാകിസ്ഥാനിൽ മാത്രം രാത്രി നിശാന്തത, അതായതാണ് അതിന്റെ മലയാളം, ഒരു പ്രത്യേകതരം നമ്മുടെ ശരീരത്തിൽ ഒരു വിറ്റാമിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു രാത്രി കണ്ണ് കാണത്തില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്കറിയാമോ, DXN സ്പൈറുലിനാണ് കൊടുത്തത്. ഫത്തേമ ഖനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് പാകിസ്ഥാനിൽ നമ്മൾ സ്പൈറുലിന കൊടുത്തത്. 100 കണക്കിന് പിള്ളേർക്ക്. ജിജിത്തൊക്കെ ആയിരുന്നു നമ്മുടെ IMD ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടർ ജിജിത്തൊക്കെ ആയിരുന്നു അന്ന് അവിടെ പങ്കെടുത്തിരുന്നത്. അപ്പൊ ആ പ്രോഗ്രാം ജിസാറാണ്. ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ശേഷം എനിക്ക് തോന്നുന്നു, നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും, മെഡൽ ഓഫ് ബ്രാൻഡ് അംബാസിഡർ യൂസഫ് ഖിലാനി എന്ന് പറഞ്ഞിട്ടുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി അന്ന് ഡോക്ടർ ലിമ്മിന് കൊടുത്ത ഒരു സർട്ടിഫിക്കേഷൻ, ബ്രാൻഡ് ഓഫ് മെഡൽ അംബാസിഡർ എന്ന് പറഞ്ഞിട്ട് അവാർഡ് കൊടുക്കുന്ന ഒരു ഫോട്ടോയൊക്കെ അത് കാണിച്ചാൽ. ഞാൻ പറഞ്ഞു വന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സ്പൈറുലിന.
ആ പ്രൊഡക്റ്റ് എന്തിന് കഴിക്കണം, അതിനൊരു മാർക്കറ്റ് ഉണ്ടോ? ഇതാണ് ഇതിൽ കേൾക്കുന്ന ആളുകൾക്ക് ഇതിലൂടെ എന്താണ് എനിക്ക്, വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം DXL സ്പൈറുലിന നമുക്ക് കഴിക്കേണ്ടി വരുന്നു. നമുക്കറിയാം, സ്പൈറുലിനയ്ക്ക് ഓർത്തു വെച്ചോളുക 8-10 സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ 5 എണ്ണമാണ് എന്നും സ്ഥിരമായി പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ രക്തത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഒരു സാധനം. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് വേണം എനിക്ക് മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ച് പറയാൻ. അപ്പോ ആദ്യം ഈ പ്രൊഡക്റ്റ് ഈ സമൂഹത്തിന് ആവശ്യമുണ്ടോ നോക്കുക. സ്പൈറുലിനയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സാധനത്തിന്റെ പേരാണ് ഹരിതകം. 10.2, അതിന്റെ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 10.26%. ഇഷ്ടംപോലെ ഹരിതകമുള്ള ഭക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് സ്പൈറുലിന. ഹരിതകം ഏറ്റവും കൂടുതലുള്ള ഭക്ഷണം. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ജർമ്മനിയിൽ ഒരു ഫുഡ് എക്സ്പോയില് ഒരു എക്സ്പോ നടക്കുമ്പോൾ അന്ന് WHO ഡിക്ലെയർ ചെയ്ത ഗ്രേറ്റസ്റ്റ് ഫുഡ് ഓൺ എർത്ത് ആസ് വെൽ ആസ് ദ ഫുഡ് ഓഫ് നെക്സ്റ്റ് ജനറേഷൻ, 2 അവാർഡ് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് സ്പൈറുലിന. ഫുഡ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഫുഡ് ഓൺ എർത്ത്, ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണം, ആൻഡ് ഫുഡ് ഓഫ് നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത തലമുറയുടെ ഭക്ഷണം. ഇങ്ങനെ 2 സാധനം. അപ്പോൾ ഒരു ഫുഡ് എക്സ്പോയിൽ ഇതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ്. മൂന്നാമത്തെ ഒരു പ്രത്യേകത, സ്പൈറുലിന നമ്മുടെ ബോഡി പ്രവർത്തിക്കാനായിട്ട് 23ഓളം അമിനോ ആസിഡ്സ് വേണം. 18 എണ്ണമുള്ള ഒരു സൂപ്പർ ഗ്രേറ്റ് ഒരു ഫുഡ് സ്രോതസ്സാണ് സ്പൈറുലിന. അതായത് സ്പൈറുലിന കണ്ടെയ്ൻസ് 18 അമിനോ ആസിഡ്സ്. ബോഡിക്ക് വേണ്ട 18 അമിനോ ആസിഡ് ഉള്ള ഒരു ഫുഡാണ്. നാലാമത്തെ ഒരു പ്രത്യേകത, 1 ഗ്രാം സ്പൈറുലിന, 1 gram ഓഫ് സ്പൈറുലിന ഈസ് ന്യൂട്രീഷണലി ഈക്വൽ ടു 1 kilogram ഓഫ് അസോർട്ടഡ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്. അതായത് 1 കിലോ സ്പൈറുലിന 1 കിലോ പഴത്തിനും പച്ചക്കറികൾക്കും തുല്യമാണ് എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ നേരത്തെ ഇംസാമിന്റെ വീഡിയോ കാണുമ്പോൾ അതിൽ വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്, നാസയും യൂറോപ്യൻ സ്പേസ് ഗ്രൂപ്പ്, അതായത് നാസ മാത്രമല്ല യൂറോപ്യൻ സ്പേസ് അഡ്മിനിസ്ട്രേഷനും അവരുടെ അസ്ട്രോണേഴ്സിന്റെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് സ്പൈറുലിന എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അതുപോലെ കേരളം അല്ലെങ്കിൽ തമിഴ്നാട്, ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ തമിഴ്നാട് കേരളമൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നല്ലൊരു ശതമാനം കുഞ്ഞുങ്ങളും മാൽനറിഷ്ടാണ്. ഇപ്പൊ യുടെ ഒക്കെ ടോട്ടൽ ഒരു 32 കോടി ജനങ്ങളുള്ളതിൽ പുതിയതായിട്ട് വരുന്ന കുഞ്ഞുങ്ങളിലെ 60-70% ഒബേസ് ആണ്. അവർ സമ്പന്നരാണ്, പക്ഷെ അവർ കഴിക്കുന്ന ഭക്ഷണത്തില് ആ ബോഡി പ്രവർത്തിക്കാൻ വേണ്ട മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് ഇല്ല. അതുകൊണ്ടാണ് പോൾസെൻ പിൽസറെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, അടുത്ത തലമുറയുടെ ഏറ്റവും വലിയ ബിസിനസ് ആണ് വെൽനസ് റെവല്യൂഷൻ. അപ്പോ സ്പൈറുലിന്റെ കേരളത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ കേരളത്തിലെ ടോട്ടൽ പോപ്പുലേഷന്റെ ഏകദേശം പകുതിയോളം സ്ത്രീകളാണ്. ഇച്ചിരി കൂടുതലാണ് സ്ത്രീകളുടെ. ഈ സ്ത്രീകളിൽ തന്നെ ഏതാണ്ട് ഒരു 17% സ്ത്രീകളുടെ ഹിമോഗ്ലോബിൻ ലെവല്, രക്തത്തിലെ ഹിമോഗ്ലോബിന്റെ ലെവല് 10-ൽ താഴെയാണെന്നാണ് ഒരു സ്റ്റഡി പറയുന്നത്. അതിൽ ബാങ്ക് മാനേജർ ഉണ്ടാവാം, അതിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡോക്ടർ ഉപയോഗിക്കുന്നുണ്ട്, ഡോക്ടറിന്റെ അച്ഛന് കൊടുക്കുന്നുണ്ട്, മറ്റു പലർക്കും അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാനിപ്പോ പേര് പറയാത്തത് കാരണം കൊണ്ടല്ല, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ സ്പൈറുലിന് ഇന്ന് ഭൂമി കിട്ടാവുന്ന ഏറ്റവും നല്ല ഭക്ഷണമാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ട് ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ഫുഡ് സ്പൈറുലിന. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് സ്പൈറുലിന DXN സ്പൈറുലിന ആൻഡ് ചിൽഡ്രൻ എന്നൊന്ന് സെർച്ച് ചെയ്യാം. അപ്പം എന്താ പറയാ, ഇത് കുഞ്ഞുങ്ങൾ കഴിക്കുന്നത്, വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതുമായിട്ടുള്ള 100 കണക്കിന് വീഡിയോസ് അതിൽ കാണാൻ പറ്റും. ചെറിയ കൊച്ചിനും വായി തേച്ചു കൊടുക്കുന്നതും. എനിക്കൊരു പേഴ്സണൽ അനുഭവം ഉണ്ടായിരുന്നു. ഒരിക്കല് എറണാകുളം ഓഫീസിൽ ഒരു ലേഡി വന്ന് സംസാരിച്ചത് ഞാൻ കേട്ടതാണ്. അവരുടെ ഒരു കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കുഞ്ഞിന് ഭയങ്കര ശ്വാസം കഫം കെട്ടും. അപ്പൊ നെബുലൈസർ വെക്കണം, 5 ദിവസമൊക്കെ വെക്കണം, 5 ദിവസം കിടന്നാലേ പറ്റുള്ളൂ. നമ്മുടെ ടീമിൽ തന്നെയുള്ള ഒരു സജിത്ത്, നമ്മുടെ ടീമിലെ ഷർഷാജിയുടെ ടീമിലുള്ള ഒരു വൈപ്പിനുള്ള ഒരു സജിത്ത്, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ വന്ന ലേഡിയാണെന്ന് സംസാരിച്ചത്. അവർ പറഞ്ഞ കുഞ്ഞിന് സ്പൈറുലിന ഇതും കൊടുത്തു. ഹോസ്പിറ്റൽ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ പിറ്റേന്ന് 5 ദിവസം കിടക്കേണ്ട കുഞ്ഞിന് പിറ്റേന്ന് സ്നഗ്ഗിയൊക്കെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നിറച്ചും കഫം, ചീത്ത മണമുള്ള കഫം. അവരത് വളരെ വ്യക്തമായിട്ട് ഒരു വീഡിയോ എറണാകുളം ഓഫീസിൽ നിന്ന് സംസാരിച്ചതാണ്. അപ്പൊ ഡോക്ടർ പിറ്റേ ദിവസം 5 ദിവസം ഒന്നും കിടക്കണ്ട, നെബുലൈസർ പോലും വെക്കണം എന്നില്ല, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു.
അവർ അഭിമാനത്തോട് പറയുന്നത് ഇന്നും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്ന് അന്ന് അവിടെ പറയണ്ടേ. ഞാൻ പറഞ്ഞു വന്നത് സ്പൈറുലിന് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, രക്തമുള്ള എല്ലാവർക്കും ആവശ്യം, കമ്പൽസറി. അപ്പൊ സ്പൈറുലിനെ നമ്മൾ ഇനി പറഞ്ഞു തുടങ്ങണം. സ്പൈറുലിനെ നമുക്ക് എല്ലാവരോടും പറയണം. അപ്പൊ സ്പൈറലിനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനൊരു പ്രൊഡക്റ്റിന്റെ അക്സെപ്റ്റൻസ് 4A നിങ്ങൾ ആലോചിച്ചാൽ മതി. ഫസ്റ്റ് വൺ, ആ പ്രൊഡക്റ്റിന്റെ അക്സെപ്റ്റൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നാസ പോലെയുള്ള സ്പേസിൽ കൊണ്ടുപോകുന്ന ആളുകളുടെ, ഇപ്പൊ നമുക്ക് സുനിത വില്യംസ് ഒക്കെ പോയി കുറെ ദിവസം അവിടെ താമസിച്ചു. അവരുടെ പ്രധാന ഭക്ഷണങ്ങൾ, ഇംസാം പറയുന്നത് പ്രധാന ഭക്ഷണത്തിൽ ഒരെണ്ണം കൺസിഡർ ചെയ്തിരിക്കുന്നത് സ്പൈറലിന്. ഇപ്പൊ എത്രമാത്രം റിസർച്ച്ഡ് ആണെന്ന്. അടുത്തത് ഇവിടെ സ്വിഫ്റ്റിൽ കൊച്ചിയിൽ കൊറോണ വന്ന സമയത്ത് നമ്മൾ പത്രത്തിൽ വന്നൊരു വാർത്ത, പ്രതിരോധം കൂട്ടാൻ, അതായത് വൈറസിനെ തീർക്കാൻ നല്ലൊരു സാധനമാണ് സ്പൈറുലിന എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത മാതൃഭൂമി പത്രത്തിൽ വന്നതിന്റെ കോപ്പി നമ്മളുടെ പലരുടെയും കയ്യിലുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അക്സെപ്റ്റൻസ് ലെവൽ ഹൈ ആകുന്നതിന്റെ കാരണം റിസർച്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഭൂമിയിൽ ഏറ്റവും ആദ്യം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പ്ലാന്റ് ഉൽപ്പത്തി പുസ്തകത്തിൽ ബൈബിളിൽ പറയുന്ന ഒരു ഭാഗം, ഇസ്രായേലി ജനതയ്ക്ക് മരുഭൂമിയില് മന്ന എന്ന് പറഞ്ഞിട്ടൊരു സാധനം വെള്ളത്തിൽ വർഷിച്ചു കൊടുത്തത് സ്പൈറലിനെയാണെന്ന് ജപ്പാനിലെ ഉന്നത തലത്തിൽ നിൽക്കുന്ന സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മനോരമയുടെ ഒരു റിപ്പോർട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഏറ്റവും ഭൂമിയിൽ ആദ്യം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്ത പ്ലാന്റ് തിരിച്ചു വരിക. ഇന്ന് നമുക്കറിയാം മരുന്നുകളും മറ്റുമൊക്കെ കഴിച്ചിട്ടും പിടികിട്ടാത്ത തരത്തിലുള്ള സൂപ്പർ ബഗ് പോലെയുള്ള രോഗങ്ങൾ ലോകത്ത് വരുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞ സാധനത്തിനെ കൂട്ടാൻ അത്യുത്തമമായ ഒരു ഭക്ഷണം വരുന്നു, സൂപ്പർ ആഹാരം. മനോരമയിൽ വന്ന റിപ്പോർട്ട് നമ്മൾ എല്ലാവരും കണ്ടത്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരും ചാടിപ്പിടിച്ച് പറയുമ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒന്നും കൂടെ പറയാം, ഒരാൾ നിങ്ങൾ പോയി കണ്ടാൽ 10 പേരെ കണ്ടാൽ ഒരു 6 പേര് കേൾക്കും, 3 പേര് മനസ്സിലാക്കും, 2 പേര് വാങ്ങിക്കും. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരു ജോലിയായിട്ട് DXN ഏറ്റെടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് എനിക്ക് സ്ത്രീ, അതായത് നമ്മുടെ കൂടെയുള്ള വനിതകളാണ്, അവരോടാണ് കൂടുതൽ പറയാനുള്ളത്. അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് വ്യക്തിയെ വ്യക്തമായി എഡ്യൂക്കേറ്റ് ചെയ്താൽ അവർക്ക് വേറെ വഴികളില്ല, അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് വൺ അക്സെപ്റ്റൻസ് ആണ്. രണ്ടാമത്തെ മനുഷ്യർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, സെക്കൻഡ് A എന്ന് പറയുന്നത് അഫോർഡബിലിറ്റി ആണ്. ഈ പ്രൊഡക്റ്റ് അഫോർഡ് ചെയ്യാൻ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ബീഹാറിലും അല്ലെങ്കിൽ ജാർഖണ്ഡിലും ഒക്കെ ഈ കഴിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അവിടെ നിന്നൊക്കെയാണ്. അത് കാണുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നിലത്തിരുന്നിട്ട് പെറുക്കി പെറുക്കി സ്പൈറലിനെ തിന്നുന്ന വീഡിയോ കാണുമ്പോൾ വലിയ സാമ്പത്തികമുള്ള വീട്ടിലുള്ളവരൊന്നും അല്ല സ്പൈറലിനെ കഴിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള, എൻ്റെ ബിലോ പവർട്ടി ലൈനിലൊക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ സാധാരണക്കാരായ ആൾക്കാരാണ് മക്കൾക്ക് സ്പൈറലിനെ കുപ്പിയിൽ ഒരു സ്പൈറലിനെ വെള്ളത്തിലിട്ട് കിലുക്കിയിട്ട് ഒരു പച്ച കളറുള്ള വെള്ളം കുട്ടിക്ക് കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 10 രൂപ ഉണ്ടെങ്കിൽ 2 സ്പൈറലിനെ കഴിക്കാം. 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് 40 രൂപ ഉണ്ടെങ്കിൽ സ്പൈറലിനെ കഴിക്കാം. അപ്പോൾ 360 സ്പൈറലിനുള്ള ബോട്ടിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആ സാധനം ഒരു കുടുംബത്തിലാണെങ്കിൽ ഏകദേശം 1 മാസത്തിന് മേലെ അവരുടെ ഓരോരുത്തരുടെയും ശരീരത്തിന് വേണ്ട. നമുക്കറിയാം സ്കൂൾ തുറക്കുകയാണ് ജൂൺ 2-ാം തീയതി. എറണാകുളത്തൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്, അവിടെയെല്ലാം സ്കൂളിൽ ബാഗും ബുക്കും അതും ഇതും പെൻസിലും ഷൂവും. ഞാനൊക്കെ ആ പീരീഡ് കഴിഞ്ഞു, നമ്മളിൽ പലരും ആ പീരീഡ് കഴിഞ്ഞു. കുട്ടികൾക്ക് അത് വാങ്ങിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും രാവിലെ തേക്കുന്ന പേസ്റ്റ്, കെമിക്കൽ ആഡ് ചെയ്തിട്ടുള്ള പേസ്റ്റും ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ ഒരു 10 രൂപ തന്റെ കുഞ്ഞിന് വേണ്ടി മുടക്കാൻ പറഞ്ഞാൽ മുടക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ ഇന്ന് കേരളത്തിലില്ല. എല്ലാവരും റെഡിയാണ്. പക്ഷേ അവരുടെ വിശ്വാസം ആണ് അവരുടെ പ്രശ്നം. അവരെ പ്രോപ്പറായി എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ എനിക്ക് ഉറപ്പാണ് നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് ഞാൻ ഓർക്കാണ്, പെൺകുട്ടികളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത്. മെച്യൂർ ആയിട്ടുള്ള ഓരോ സ്ത്രീയും 30 to 50 ml മന്ത്ലി 28 ഡേയ്സിൽ അവർക്കത് പ്രകൃതിദത്തമായ, അതായത് ഈ ബ്ലീഡിങ് ഉണ്ടാവും. ഇന്ന് അനീമിയ ബാധിച്ച സ്ത്രീകളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഒരു കുടുംബത്തിലെ എല്ലാവരും കഴിക്കേണ്ട ഒരു സാധനമാണ് സ്പൈറലിൻ. ഞാൻ ഈ 2-3 ആഴ്ച മുമ്പ് തായ്ലാന്റിലായിരുന്നു. അവിടെ വെച്ചിട്ട് ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ട ഒരു തമിഴൻ, ഒരു പച്ചയപ്പൻ, അദ്ദേഹത്തിന് ഒരു പച്ചയപ്പൻ, അദ്ദേഹം വേറൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹത്തിന്റെ എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും.
അദ്ദേഹത്തിന്റെ വൈഫ് സ്പൈറലിനെ കഴിക്കാൻ തുടങ്ങി. അദ്ദേഹം വേറെ നെറ്റ് സെല്ലിങ്ങിലൊക്കെ ആയിരുന്നു 15 കൊല്ലം. പക്ഷെ എന്തായാലും വളരെ ഫുൾ സിംഗിൾ. അതായത് ഈ മാസം എനിക്ക് തോന്നുന്നു ഒരു 10,000 പോയിന്റ് വാല്യൂ കഴിഞ്ഞിട്ടുണ്ട്. പുള്ളി പർച്ചേസ് ചെയ്യുന്നു. പുള്ളി ഒരു എക്സ് ആർമിയാണ്. പക്ഷെ വളരെ സിൻസിയർ ആയിട്ടുള്ള ഭയങ്കര ദൈവവിശ്വാസമായിട്ടുള്ള ഒരാൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞാണ് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് എന്നോട്, സാർ വന്ന് പച്ചയപ്പൻ എന്നാണ് പേര്. നമ്മ ഈ സ്പൈറലിനെ തമിഴില് എന്താ പറയുന്നത്, പാസൈ, തമിഴ് പച്ച പാസൈ, പാസൈ എന്നാണ്. ഞാൻ പറയും പച്ചയപ്പ உங்களுக்கு வந்து பெருமையான ஒரு ப்ராடக்ட் கிடைச்சிருக்கு. உங்க பேரும் பச்சையப்பன், இந்த பொருளுடைய കളറും പച്ച കളർ. അപ്പൊ അവർ എത്ര സാപ്പിടണം, അവർക്ക് ആ വൈഫിനൊക്കെ ഒരു ചെറിയ ഡൗട്ട്. പക്ഷെ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ടോട്ടലി ഇപ്പൊ എന്നോട് ഇന്ന് പറയും, ഇപ്പൊ 3-3 ആഴ്ചയായി കഴിച്ചു തുടങ്ങിയിട്ട് അവർ ഭയങ്കര ചേഞ്ചസ് ആയി തുടങ്ങി മുഖത്തല്ല. ഞാൻ പറഞ്ഞു വന്നത് എല്ലാവർക്കും ആവശ്യമാണ്. അഫോർഡബിലിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റില് സ്പൈറുലിന വളരെ ഈസി ആയിട്ട്, അതൊരാൾ 5 രൂപ 22 പൈസ ഒരു സ്പൈറുലിന. ഏതാണ്ട് 10-20 കമ്പനികൾ സ്പൈറുലിന ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്തു. നമ്മുടെ സ്പൈറുലിനയുടെ വ്യത്യാസം എന്താ വെച്ചാൽ, നമുക്ക് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള വേൾഡ് വൈഡ് ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്പൈറുലിന സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് DX. ഈ 20 കമ്പനികൾ 25 കമ്പനികൾ ഉണ്ടെങ്കിൽ അഹങ്കാരത്തോടെ അഭിമാനത്തോടെ പറയാൻ പറ്റും, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്പൈറലിനെ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ പോലും അത് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുക. മലേഷ്യയില് സ്പൈറുലിന എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന് അവിടുത്തെ GMP, ഗുഡ് മാനുഫാക്ചറിങ് ഫസ്റ്റ് സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് DX ആണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ലിം മലേഷ്യയിലെ ഫോബ്സ് മാഗസിൻ ചെക്ക് ചെയ്താൽ മതി. ഫോബ്സ്, അമേരിക്കയിൽ നിന്ന് ഇറങ്ങുന്ന FORBS, ഫോബ്സ് എന്ന് പറയുന്ന മാഗസിൻ ഉണ്ട്. അത് ചെക്ക് ചെയ്താൽ ഇന്ന് ഡോക്ടർ ലിം മലേഷ്യയിലെ 40ാമത്തെ കോടീശ്വരനാണ്. ഫോബ്സിന്റെ റിപ്പോർട്ട് മാത്രം മതി അത്യാവശ്യം ബിസിനസിനെ കുറിച്ചിട്ട് അറിയാവുന്ന ഒരാളുടെ ഫോബ്സിന്റെ ഈ കോപ്പിയും നെറ്റി കിടപ്പുണ്ട്, കോപ്പി എടുത്ത് ഈ ഡോക്ടർ ലിമ്മിന്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞ് 40ാമത്തെ കോടീശ്വരനാണ് മലേഷ്യയിൽ നമ്മുടെ DXന് ആദ്യത്തെ GMP സർട്ടിഫൈഡ് സ്പൈറുലിന പ്രൊഡക്ഷൻ നമ്മുടെതാണ്. ഞാൻ പറഞ്ഞത് അഫോർഡബിലിറ്റി എന്ന് പറയുന്നത്, ഒരാളെ രജിസ്ട്രേഷൻ എടുത്താൽ അയാൾക്ക് 4 രൂപ 22 പൈസക്ക് കിട്ടും. ഇനി ഇതിൽ നിങ്ങൾ റാങ്കുകൾ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യണം, ഇത്ര പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്താൽ നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആവും, ഇത്ര പ്രൊഡക്റ്റ് ചെയ്താൽ നിങ്ങൾ സ്റ്റാർ ഡയമണ്ട് ആവും. അങ്ങനെ റാങ്കുകൾ ചേഞ്ച് ചെയ്ത് ഇപ്പൊ ഞാൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഡയമണ്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഒരു സ്പൈറലിന് 3 രൂപ 50 പൈസ താഴേക്ക് കിട്ടും. നിങ്ങളുടെ കമ്മീഷനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ 3 രൂപ 50 പൈസക്ക് കിട്ടും. ഇനി ഇപ്പൊ ഞാനിപ്പോ എക്സിക്യൂട്ടീവ് ക്രൗൺ ഡയമണ്ട്, എന്റെ റാങ്കിലോട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കിട്ടും. കാരണം ഇൻകം വരുന്നത് അതിനും കൂടുതലാണ്. സ്പൈറലിനെ അല്ലെങ്കിൽ എല്ലാം വീടിന്റെ അല്ലെങ്കിൽ കാറിന്റെ ലോൺ എല്ലാം തീർന്നു, എല്ലാം അടയ്ക്കുന്നത് ഇപ്പൊ കമ്പനിയാണ്. എല്ലാ മാസവും 12ാം തീയതി പൈസ. അത്രയും കുമിഞ്ഞുകൂടുന്ന പൈസ. 1,41,000 കസ്റ്റമറാണ് വേൾഡ് വൈഡ്. 114 കൺട്രിയിൽ നിന്നാണ് എനിക്ക് ഇൻകം കിട്ടുന്നത്. അപ്പോൾ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് ആദ്യമേ തന്നെ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിട്ട് 5 രൂപ 22 പൈസ വരും. അയാൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെങ്കിൽ 4 രൂപ 20 പൈസ, 1 രൂപയോളം കുറച്ച് കിട്ടും. അയാൾ റാങ്കുകൾ കവർ ചെയ്യാൻ, ഇതൊരു ജോലിയായിട്ട് ഏറ്റെടുത്തുകൊണ്ടൊരു സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റാങ്ക് കവർ ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അത് പൈസ കുറഞ്ഞു വരും. അവസാനം ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റും. ദെൻ അടുത്തതാണ് ഇതിന്റെ ഓതന്റിസിറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധനം നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, അതായത് അയാളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കാൻ പറ്റും. ഒരു ഡോക്ടറോടാണ് സംസാരിക്കുന്നതെങ്കിൽ, സ്പൈറലിനെ കുറിച്ച് സംസാരിക്കുന്നതെങ്കിൽ, ഒരു ലേമാനോട് സംസാരിക്കുമ്പോൾ, ഒരു സാധാരണക്കാരനോട് സംസാരിക്കുന്നതും, ഒരു സ്കൂളിലെ അധ്യാപികയോട് സംസാരിക്കുന്നതും, അങ്ങനെ ലോകത്തുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാരോട് പല രൂപത്തിലാണ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. പക്ഷെ അവിടെയെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ മെത്തേഡ്, ഒരു ഓതന്റിസിറ്റിക്ക് വേണ്ടി നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഒരുപാട് വാർത്തകളാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ നാസ സ്പേസിൽ പോകുന്നവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലേറ്റവും അങ്ങനെയുള്ള ഓതന്റിക് ആയിട്ടുള്ള ഇംസാം പോലെയുള്ള സൈറ്റിൽ പോയി സെർച്ച് ചെയ്താൽ, ജപ്പാനിൽ ഒരു സൈറ്റ് ഉണ്ട്, ജപ്പാൻകാരൻ അവിടെ 5 ഗ്രാം വരെ കഴിക്കാനും പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ആളുകൾ താമസിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തുള്ള അവിടെയുള്ള ആളുകൾക്ക് സ്പൈറലിനെ കഴിക്കുന്നു. വയറ് തീരെ കുറഞ്ഞ ചൈനയിൽ ഏറ്റവും കൂടുതൽ വയറില്ലാത്ത ആൾക്കാർ, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം 140ഓളം പേര് ഞങ്ങൾ ഒരിക്കൽ ചൈനയിൽ പോയായിരുന്നു കമ്പനിയുടെ ട്രിപ്പായിട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ വന്ന ആൾക്കാര്, അവർക്കൊക്കെ സ്വന്തമായിട്ട് ഒരു സ്പെയർ ടയർ ഉണ്ടെന്നാ പറയുന്നത്. വയറ് മുമ്പിൽ വലിയൊരു വയറാണ്. വല്ലത് 10 രൂപയൊക്കെ താഴെ വീണാല് എടുക്കാറില്ല എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. കാരണം അത് എടുത്തിട്ട് കുനിഞ്ഞ് നിവർന്ന് വരുമ്പോ ചിലപ്പോ വേറെ വല്ല സ്ഥലത്തും ആശുപത്രിയിലൊക്കെ പൈസ കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള വയറൊക്കെ ഉള്ള, പക്ഷെ അവിടെ ചെല്ലുമ്പോ
നഴ്സറി കൊച്ചിന്റെ അല്ലെങ്കിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെ കൂടെ രണ്ട് കുഞ്ഞുങ്ങൾ, ഞാൻ ഓർത്ത് ഇത് എന്ത് ചേച്ചി അനിയത്തി പോലെ, അമ്മയും മക്കളും ആ ചൈനയിൽ. നമ്മൾ വിചാരിക്കുന്ന തലത്തിലല്ല ലോകത്തിന്റെ പോക്ക്. അപ്പോ ഒരു ഓതന്റിസിറ്റി എന്ന് പറയുന്നത് സ്പൈഡർമാനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസോടുകൂടി നമുക്ക് സംസാരിക്കാൻ പറ്റും. കോൺഫിഡൻസോടുകൂടി നമുക്ക് സംസാരിക്കാം. അത് നിങ്ങൾ റിസർച്ച്. ദെൻ നാലാമത്തെ ഒരു എ എന്ന് പറയുന്നത് അത് ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടാവും ഒരു കാര്യത്തെ, ആൾട്ടിറ്റ്യൂഡ് അല്ല കേട്ടോ, ആറ്റിറ്റ്യൂഡ് ഒരു മനോഭാവം ആണ്. അപ്പൊ മനോഭാവം വരുമ്പോഴത്തേക്കും ഈ ഡയറക്റ്റ് സെല്ലിംഗ് ആണ്, അതാണ് മണി ചെയിൻ, അങ്ങനെയൊക്കെ വന്ന് പറ്റിക്കപ്പെട്ട ഒരു സമൂഹമാണ് മിക്കവാറും കേരളത്തിൽ കൂടുതലുള്ളത്, അല്ലെങ്കിൽ പല ഭാഗത്തുള്ളത്. ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ആറ്റം വേറെ എന്താണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഫോൺ പോലീസിൽ നിന്നോ മറ്റേ ജഡ്ജിയിൽ നിന്നോ വക്കീൽ, നമുക്ക് ഇത് വേണ്ട. ഇതിപ്പോ കേട്ട് നമുക്ക് ഒരു സമാധാനം ഇല്ലാണ്ടായിരുന്നു. അത്യാവശ്യമായിട്ട് ബസ് ഇപ്പോൾ വരും, 2 മിനിറ്റ് ആയിട്ട് ഉള്ളപ്പോഴാണ് ഇത് ഈ പൂതപ്പാട്ടും കേട്ടുകൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ഇത് മാറാൻ നമുക്ക് പറ്റണില്ല. അതെന്താ റിസർവ് ബാങ്ക് അങ്ങനെ ഇറക്കിയെന്ന് വെച്ചാൽ, അത്രമാത്രം സമൂഹം ചീറ്റ് ചെയ്യപ്പെടുന്നു സമ്പത്തിന്റെ കാര്യത്തിൽ, പല രൂപത്തിൽ ചീറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ പല മന്ത്രിമാരും ചീറ്റ് ചെയ്യപ്പെടുന്നു പലതരത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾ മനസ്സുകൊണ്ട് വിഷമിക്കാതിരിക്കുക. വേറൊന്നും കൊണ്ടല്ല, ആളുകൾ പലപ്പോഴും പല ചൂടുവെള്ളത്തിലും വീണ് പോയതാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു, 10 പേരോട് കണ്ടാൽ 6 പേര് നിങ്ങളെ കേൾക്കും. അത് ബിഗിനർ ആണെങ്കിൽ ശരി, 3 പേര് അത് അക്സെപ്റ്റ് ചെയ്യും, 2 പേര് പെർമനന്റ് കൺസ്യൂമറാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് 25 കൊല്ലം പിന്നിട്ടിട്ട് ഇപ്പോഴും. പക്ഷെ നമുക്ക് മാറ്റം വരുന്നത്, കോൺഫിഡൻസ് വരുന്നത് ഇന്നലെ കണ്ട അനുഭവങ്ങളിലാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, വളരെ അഭിമാനത്തോടുകൂടി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ഞാനിങ്ങനെ ആലോചിക്കാം, തീക്കട്ടയാണ് ഉറുമ്പരിക്കുന്നത്. കാരണം വലിയൊരു ഡോക്ടർ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹം എന്റെ അടുത്ത് ഒന്ന് ക്ഷയിക്കാൻ എന്നിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആലപ്പുഴയിലുള്ള ഒരു അഫ്സലാണ്. നമുക്കറിയാം, മെഡിക്കൽ റെപ്പായിരുന്നു, ഫ്രാങ്കോ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് റെഫർ ചെയ്തിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് അഭിമാനത്തിന്റെ നിമിഷങ്ങൾ, അത് നമുക്ക് ഇൻ ഫ്യൂച്ചർ വരും. കാരണം അങ്ങനെയാണ് ലോകം പോകുന്നത്. അപ്പം അക്സെപ്റ്റൻസും അഫോർഡബിലിറ്റിയും ഓതന്റിസിറ്റിയും ആറ്റിറ്റ്യൂഡും, ഇത് 4ഉം കണക്ട് ചെയ്താൽ എങ്ങനെയാ ആ 4ഉം പ്രോപ്പറായിട്ട് കണക്ട് ആയാൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് വ്യക്തികളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ പറയാം. എങ്ങനെയാണ് DXLലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കുക? വലിയ കാര്യം, വരുമാനമാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ DXL വരുമ്പോൾ എൻ്റെ ലക്ഷ്യം വരുമാനമായിരുന്നു. നേരെ മറിച്ച് ഡോക്ടർ രഞ്ജൻ, 2 ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാർഡിയോളജിസ്റ്റ് DXLലേക്ക് വന്നത് വരുമാനത്തിനല്ല. ഫത്തേമെ ഖനി എന്ന് പറഞ്ഞിട്ടുള്ള ആള് DXL വന്നത് വരുമാനം നോക്കിയിട്ടല്ല. കാരണം അദ്ദേഹത്തിന് 7-7.5 ലക്ഷം രൂപ വരുമാനം കിട്ടിയിരുന്നപ്പോഴാണ്. അപ്പൊ 3 രൂപ, നിങ്ങൾക്ക് തലം മനസ്സിലാകുന്നുണ്ടോ? മൂന്ന് ഫോമിലാണ് ആളുകൾ കാര്യങ്ങൾ വീക്ഷിച്ചത്. സിറാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവർ DXL വരുമ്പോൾ 600 രൂപ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളുടെ സ്വപ്നം, ജീവിതത്തിലെ സ്വപ്നങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കാം എന്നുള്ളതാണ്. നേരെ മറിച്ച് ഡോക്ടർ രഞ്ജൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ വന്നത് ഈ മഹത്തായ പ്രൊഡക്റ്റ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് കണ്ടിട്ടാണ്. സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് P. ശ്രീനിവാസൻ എന്നാണ്, MGRന്റെ കാർഡിയോളജി ഡോക്ടറാണ്. അപ്പൊ ആ മനുഷ്യൻ വന്നത് അതിനു വേണ്ടിയിട്ടല്ല. അതേസമയം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൾ ആയിരുന്ന പ്രൊഫസർ വസുപാലയ്യ 2000-ൽ 1.25 ലക്ഷം രൂപ സാലറി ഉള്ളപ്പോ 40 ബെഡുള്ള ഹോസ്പിറ്റൽ, ഭാര്യയുടെ രത്ന വസുപാല് അവർ നടത്തിയിരുന്നു. അവര് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. ആ മാഡം നടത്തിയിരുന്ന ഒരു ലാവണ്യ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, 40 ബെഡുള്ള ആശുപത്രി പൂട്ടിയിട്ടാണ് DXL ഇതിന്റെ ചൈത്രയാത്ര തുടങ്ങുന്നത്. നേരെ മറിച്ച് ഫത്തേമെ ഖനി എന്ന് പറഞ്ഞിട്ടുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയർ വന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ബ്രദർ, പാകിസ്ഥാനിയാണ് അദ്ദേഹം, ഒരു ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടർ, അദ്ദേഹത്തിന്റെ ഓൺ ബ്രദർ, അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കിടക്കുന്നു. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു അസുഖമുണ്ട്, IBS, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. അതിൽ വന്നപ്പം അതിന് കിട്ടിയ മാറ്റം, ഇന്ന് കാനഡ സെറ്റിലാണ്. 2008-ല് ഈ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ദുബായ് ഗവൺമെന്റുമായിട്ടുള്ള എഗ്രിമെന്റ് പോലും വേണ്ടാണ്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇൻലോ യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു, USA മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഡോക്ടറേറ്റ് എടുത്തിട്ട് ദുബായിലെ ഫസ്റ്റ് ക്രൗൺ, UAE-യിൽ ജീവിക്കുന്ന പാകിസ്ഥാനി ആയിട്ടുള്ള മനുഷ്യൻ UAE-യുടെ ഫസ്റ്റ് ക്രൗൺ അംബാസിഡർ ആയി ഇന്ന് അദ്ദേഹം കാനഡയിൽ സെറ്റിലാണ്.
അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി ഓരോരുത്തരും വരുന്നത് ഓരോ രൂപത്തിലാണ്. അപ്പോ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇതിവിടെ ഒരു വലിയ സ്പേസ് ഉണ്ട്. ഈ പ്രൊഡക്റ്റിന് ഒരു ഡിമാൻഡ് ഉണ്ട്, ഈ പ്രൊഡക്റ്റിന് ആവശ്യക്കാരുണ്ട്, പ്രൊഡക്റ്റിന് ഒരു മാർക്കറ്റ് ഉണ്ട്, ആവശ്യക്കാരുണ്ട്. അതിന് രണ്ടിനെയും തമ്മിലൊന്ന് കണക്ട് ചെയ്യാൻ നിങ്ങൾ ടയർലെസ് ആയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ 100% നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ, എന്റെ സ്വപ്നങ്ങൾ എന്തായിരുന്നോ അത് സാക്ഷാത്കരിച്ച പോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാവും. അതിലൊരു തർക്കവും ഇല്ല. അവിടെ ഡോക്ടർ ലിം പറഞ്ഞൊരു വാക്കും കൂടെ നിങ്ങൾ ഓർത്തോണം. ഡോണ്ട് ലുക്ക് റൈറ്റ്, ഡോണ്ട് ലുക്ക് ലെഫ്റ്റ്, ഗോ സ്ട്രേറ്റ് ആൻഡ് ഫോർവേഡ്. എപ്പോഴും എന്തെങ്കിലും മനസ്സിലാക്കിയ ശേഷം നേരെ തന്നെ പോകാൻ. ഇടയ്ക്ക് അവിടെ പൂ കാണുമ്പോൾ അങ്ങോട്ട് ചാടാതിരിക്കുക, ചീറ്റ പുലിനെ പോലെ. അതൊരു ഒരു ഇരയെ ലക്ഷ്യം വെച്ചാൽ അതിന്റെ തൊട്ടടുത്ത് മറ്റൊന്ന് വന്നാൽ പോലും അതിനെ പിടിക്കത്തില്ല. നമ്മൾ ചഞ്ചലപ്പെടും ചിലപ്പോൾ. കാരണം നമ്മൾ സ്ട്രെയിൻ കൂടുതലാവുമ്പോൾ വേറെ എളുപ്പ വഴികൾ നമ്മുടെ മനസ്സ് ആലോചിച്ചു പോകും. അങ്ങനെയാണ് നമ്മൾ മാറിപ്പോകുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഈ ട്രംപ് പറഞ്ഞ പോലെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു വാക്കുണ്ട്. ഈസ് എ ബിഗ് നെറ്റ്വർക്കർ. അദ്ദേഹത്തിന്റെ 2 പുസ്തകവും നിങ്ങൾ ഡൊണാൾഡ് ട്രംപ് ആൻഡ് MLM എന്ന് അടിച്ചാൽ അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങൾ, അതിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് നെവർ എവർ ക്വിറ്റ്. അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ റൊണാൾഡ് ട്രംപ് ആൻഡ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 1000കണക്കിന് ആളുകൾ അഭിസംബോധന ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നെവർ എവർ ക്വിറ്റ്. ഒരിക്കലും ഉപേക്ഷിക്കരുത്, എടുത്തെടുത്ത് പറയുന്നു. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫോക്കസ്ഡ് ആവുക, ക്ലിയർ ആവുക. ദെൻ എങ്ങനെയാണ് സ്പൈറലിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക? സ്പൈറലിനെ പ്രൊമോട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില മെത്തേഡ്സ് ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ആദ്യമേ ഒരു ടാർഗറ്റ് വെക്കണം. 100 സ്പൈറലിനെ ടാർഗറ്റ്. ആദ്യം 10 ടാർഗറ്റ് ചെയ്യണം. നിങ്ങൾ 10, കാരണം ഞാൻ പറഞ്ഞു, അത് ബാങ്ക് മാനേജർ ആയിക്കോട്ടെ, ബാങ്കിലെ ചെറിയ കുഞ്ഞുങ്ങളായിക്കോട്ടെ, വലിയ പ്രായമുള്ള ആൾക്കാർ, എല്ലാവർക്കും ഇത് ആവശ്യമാണ്. ഏത് തലത്തിലുള്ള ആൾക്കാർക്കും ആവശ്യം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇൻഡിവിജ്വലാണ്, നിങ്ങൾ ഒന്നാണ്, ഒറ്റയ്ക്കാണ്. നിങ്ങൾ ആദ്യം ചെയ്യാൻ പറ്റുന്നത് 10 സ്പൈറലിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കും. 10 ബോട്ടില് 1000, ഇപ്പൊ പുതിയ പ്രൈസ് അനുസരിച്ച് നമ്മളാണ് ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നത്. എന്നാലും പറയാണ് 1900 രൂപ, അതാണ് 5 രൂപ 22 പൈസ ഒരു സ്പൈറലിനേക്ക് വരുന്നത്. ഏകദേശം പുതിയ പ്രൈസാണ് ഞാൻ പറയുന്നത്. 1900 ഹരണം 360 എന്ന് പറയുമ്പോൾ ഏകദേശം 5 രൂപ 27 പൈസ വരും ഒരു സ്പൈറലിന്റെ വില. അത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലും കുറച്ച് കിട്ടും. എന്നാലും ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു കുടുംബത്തിൽ ഏതാണ്ട് 5 രൂപ 10 രൂപ ഉണ്ടെങ്കിൽ 2 എണ്ണം കഴിക്കാൻ പറ്റുന്നതാണ് സ്ട്രാറ്റജി. അങ്ങനെ ഒരു 10 സ്പൈറലിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുക. അതിനെങ്ങനെ സംസാരിക്കണം? അപ്പൊ നിങ്ങൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പൊ ബസ്സിലാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത്. ഞാൻ പച്ചയപ്പന്റെ കൂടെ കാട്ട്പാടിയിൽ നിന്ന് ചെന്നൈക്ക് പോയി, ചെന്നൈയിൽ നിന്ന് സെങ്കൽപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അപ്പൊ ഈ 2 യാത്രയിലും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സ്പൈറലിനെ കുറിച്ചും ബോട്ടിലും. അപ്പൊ പക്കത്തിലിരിക്കുന്ന ഒരു സെൽവൻ, അദ്ദേഹം ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. 54 വയസ്സെന്നുണ്ട്. അടുത്ത 4 മാസത്തോട് കഴിഞ്ഞാൽ റിട്ടയർ ആണ്. അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നത്, അദ്ദേഹം എന്റെ തമിഴല്ലല്ലോ, എന്റെ മലയാളവും തമിഴും കൂടി ചേർന്ന ഒരു തലയാളം അങ്ങനത്തെ എന്തെങ്കിലും പേര് വിളിക്കേണ്ടി വരും. ഞാൻ അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഏതും കവലപ്പെടാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ്. അപ്പം മറ്റേ പച്ചയപ്പൻ നല്ല ഭംഗിയായിട്ട് എന്നോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് ഈ അടുത്തിരിക്കുന്ന ദിനമലർ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹം അടുത്തിരുന്ന് പത്രം വായിക്കും. അവസാനം കാട്ട്പാടി എത്തുന്നതിന് കുറെ മുമ്പ് ഇയാള് സെൽവൻ ചോദിച്ചു, இந்த பொருள் எங்க கிடைக்குது? எந்த பொருள் நோக்கி? அல்ல, நீங்க சொன்ன மாதிரி அந்த பாசம், இந்த പച്ച പാസം എങ്ക കിടക്കുന്നത്. അതായത് ഞാനും പച്ചയപ്പനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ബ്ലോട്ട് ചെയ്തത് ആരാന്നറിയാമോ? ഒപ്പിയെടുത്തത് ഈ മനുഷ്യൻ. ഈ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ, അയാള് ഇൻഷുറൻസ് അടുത്ത റിട്ടയർഡ് ആണ്. എന്തായാലും അദ്ദേഹം റെഡി, പളനിയിലാണ് അദ്ദേഹത്തിന്റെ വീട്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്പൈറലിന് അടുത്തിരിക്കുന്ന ആളെ ഒന്ന് സ്മൈൽ ചെയ്തിട്ട് സ്പൈറലിനയുടെ മനോരമയിൽ വന്ന റിപ്പോർട്ടിന്റെ കോപ്പി ഇന്ന് തുടങ്ങി കൊടുക്കാം, നാളെ തുടങ്ങി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്നുമില്ലെങ്കിൽ ട്രെയിനിലോ എങ്ങോട്ടെങ്കിലും ഒക്കെ യാത്ര ചെയ്യാം. 25 രൂപ കൊടുത്താൽ ഇവിടെ നിന്ന് ഇപ്പം പുഷ്പുൾ ട്രെയിൻ രാവിലെ പോകുന്നുണ്ട്. ട്രെയിനിലിരിക്കുന്ന ആൾ തെക്കോട്ടും വടക്കോട്ടും ഓടാൻ പറ്റില്ലല്ലോ. 1 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും കൊല്ലത്തെത്താൻ. അപ്പൊ അത്ര അങ്ങോട്ട് 25 രൂപ കൊടുത്ത് അതേ ട്രെയിനിൽ 25 കൊടുത്ത് ഇങ്ങോട്ട്. ഞാൻ പറയാണ്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം. നിങ്ങൾ ആദ്യം ആ പെയിൻ എടുത്തേ പറ്റൂ. ആ പെയിൻ എടുത്തേ പറ്റൂ. ആ പെയിൻ എടുത്തേ പറ്റൂ. സ്വപ്നങ്ങൾ കാണണം, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ പെയിൻ എടുത്തേ പറ്റൂ. there is no substitute for hard work. ഹാർഡ് വർക്കിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷനും ഇല്ല. ഹാർഡ് വർക്ക് തന്നെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ പെയിൻ എടുക്കണം. നാണം കെടാൻ തയ്യാറാകാതിരിക്കാൻ നാണം കെടല്
ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട്ടിൽ ചെന്നപ്പം വലിച്ചെറിഞ്ഞു കളഞ്ഞ ക്യാപ്സൂളുകളും വാഴച്ചോട്ടത്തിൽ പോയി രാത്രി മൊബൈൽ വെട്ടത്തിൽ അതൊക്കെ പെറുക്കിയെടുത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതേ വീട്ടിൽ പിന്നീട് ആ മൊത്തം ഫാമിലി എന്റെ കസ്റ്റമർ ആയിട്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ഫേസ് ചെയ്യുന്ന അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ അന്ന് പറയേണ്ട രീതി നമുക്കറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് സ്ട്രെയിൻ എടുക്കണം. ആദ്യം നിങ്ങൾ 10 പ്രൊമോട്ട്, 5000 പോയിന്റ് വാല്യൂ വരും. ഏതാണ്ട് പുതിയ പ്രൈസ് അനുസരിച്ചിട്ട് 5000 പോയിന്റ് വരും, 7800 SP വരും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ബിഗിനിങ്ങിൽ 10 സ്പൈറലിനെ പ്രൊമോട്ട് ചെയ്യും. ദെൻ ആ 10 സ്പൈറലിനെ പ്രൊമോട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിന് ഞാൻ പറഞ്ഞ സ്പൈറലിനയുടെ കോപ്പികളും, ഇത് സമൂഹത്തിന് നിങ്ങൾ ചെയ്യുന്ന ഒരു സോഷ്യൽ കോസ് ആണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഈ സമൂഹത്തോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. ആ നന്മയെന്ന് പറഞ്ഞാൽ അത് അത്രയും പവർഫുള്ളാണ്. അത് പറയണം, കൊടുക്കണം, അത് കഴിക്കണം. അത് മറ്റേ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഈ തൃശ്ശൂർ ഞാൻ അങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞ പോലെ പറയേണ്ടി വരും. കാരണം നമുക്ക് ഈ സമൂഹത്തോട് ചെയ്യേണ്ടത് അതുപോലത്തെ കാര്യമാണ്. അപ്പോ സ്പൈറലിന് എളുപ്പവും നല്ലൊരു കവറിനകത്തിട്ടിട്ട് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്നില്ലെങ്കിൽ ഒരു സീൽ ഉണ്ടാക്കി, മാർക്കറ്റർ ആണല്ലോ, പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു 100 രൂപ 150 രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും സീല് വെക്കുമ്പോ സീല് കാണുമ്പോ അറിയാം ഇവര് സീരിയസ് ആയിട്ട്. അല്ലാണ്ട് പെന്നും കൊണ്ട് എഴുതി 0 ആണോ 9 ആണോന്ന് അറിയില്ലാതെ വേറെ ആരെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് ഫോൺ ചെയ്ത് കട്ട് ചെയ്യുന്നതിന് പകരം നല്ല സീലൊക്കെ വെച്ച് നല്ല കവറിൽ അത് ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുന്നു എന്ന് പരിചയപ്പെട്ടാൽ ഒരു കവർ കൊടുക്കണം. ഇത് എന്നിട്ട് പറയണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പർ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു മാർക്കറ്ററാണ്. കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് ഇതാണ് എൻ്റെ ജോലി. ഒരു 100 എണ്ണമെങ്കിലും ഞാൻ ഇങ്ങനെ കൊടുക്കും. ഒരു 10-20 പേര് വിളിക്കും. അങ്ങക്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് അടുത്തുള്ള ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞ് ഭംഗിയാണ്. ഇതാണ് ഒരു മാർഗം. ഞാൻ പറയുന്നത് മാർക്കറ്റിംഗിലാണ്. 10 സ്പൈറലിനോ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. വിൽക്കലല്ല, പ്രൊമോഷൻ. ഇനി റിക്രൂട്ട്മെന്റ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ പല കുട്ടികളും ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു അവസ്ഥ. ജോലി ഉള്ളപ്പോ ഇപ്പം IIT എന്നൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ഇഡ്ഡലി കച്ചവടം ചെയ്യുന്ന IIT ആൻഡ് ഇഡ്ഡലി, അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ വിൽക്കുന്ന ആളുടെ സ്റ്റോറി, റിക്ഷ വലിക്കുന്ന ആളുടെ മകൻ IIT പഠിച്ച് പുറത്തിറങ്ങി ക്യാമ്പസ് സെലക്ഷൻ കിട്ടുമ്പോ ബാപ്പയുടെ അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ ഡൽഹിയിൽ റിക്ഷക്കാർക്കുടെ ഒരു ചരിത്രം, ഒരു സ്റ്റോറി കിടക്കുന്നു. അവൻ എന്ത് വെച്ചാല് റിക്ഷയ്ക്കകത്ത് ഒരു കുപ്പി വെള്ളം വെക്കാൻ വണ്ടിയിൽ കയറിയ സൈക്കിൾ റിക്ഷ കയറിയ ആൾക്ക് വെള്ളം കുടിക്കാനില്ലാത്തപ്പോ അയാൾ പറഞ്ഞു, എല്ലാ റിക്ഷക്കാരോടും പറഞ്ഞു, ഞാൻ അതിനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി തരാം, അതിലൊരു കുപ്പി വെള്ളം വെക്കണം. അങ്ങനെ വെള്ളം വെച്ചു. വെള്ളക്കമ്പനി ഇവർക്ക് വെള്ളം കൊടുക്കാൻ തുടങ്ങി ഒരുപാട് ഡിസ്കൗണ്ടില്. ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങളുടെ ഒരു പരസ്യം, അങ്ങനെ പല കളർ, അതൊരു ആ റിക്ഷ വലിക്കുന്ന ആൾക്ക് ഒരു അഡീഷണൽ ഒരു ഇൻകം കിട്ടാൻ തുടങ്ങി. അവർക്ക് ആ റിക്ഷയുടെ റിപ്പയറിംഗ് മുഴുവൻ ഫ്രീ ആയിട്ട് ഒരു കമ്പനി അവരെ പരസ്യം വെക്കും. അതിലടിക്കാൻ ഒരു പ്രത്യേക പെയിന്റ് അടിക്കാൻ തുടങ്ങി. IIT എന്ന് പഠിച്ചിറങ്ങിയ ഒരു മനുഷ്യന്റെ, ഒരു റിക്ഷക്കാരന്റെ മകന്റെ ബുദ്ധി അതാണ്. ഞാൻ പറഞ്ഞ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. മാർക്കറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനം മാത്രമേ മറ്റൊരാൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പോ 10 സ്പൈറലിന് അപ്പൊ റിക്രൂട്ട്മെന്റ് നിങ്ങൾ ഒരു 10 പേരെ വെച്ചു, 10 പേരെ റിക്രൂട്ട് ചെയ്തു. ആ റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളെ കൊണ്ട് 10 എണ്ണം, അപ്പൊ 100 സ്പൈറലിനാണ് പോയി. 100 സ്പൈറലിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ പോയിന്റ് വാല്യൂ, നിങ്ങളൊരു സ്റ്റാർ ഏജന്റ് ആവും, 50,000 പോയിന്റ് വാല്യൂ വരും. ആവറേജ് നിങ്ങളുടെ ഇൻകം ഒരു 5 to അല്ലെങ്കിൽ 20,000, 10,000 to 20,000, 15, ആവറേജ് 20,000 ആവറേജ് ഇൻകം വരും. നിങ്ങളുടെ ഒരു 50,000 പോയിന്റ് വാല്യൂ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ റീറ്റെയിൽ പ്രോഫിറ്റ് ഉൾപ്പെടെ ഒരു 10 to 20,000 ഇൻ ബിറ്റ്വീൻ അത് നിങ്ങൾക്ക് കിട്ടാം. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ 10 എണ്ണം. ദെൻ ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് വീട്ടമ്മമാരും റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരും സ്കൂൾ, എല്ലാ കാറ്റഗറി 18 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ഇത് ഭംഗിയായിട്ട് ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഡെവലപ്പായി, നിങ്ങളെ പോലെ ഒരു 10 ഗ്രൂപ്പിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ 1000 സ്പൈറലിനാണ്. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ്. നിങ്ങളുടെ ഫോക്കസ് അതായിരിക്കണം. ഞാനിപ്പം ധാരാളം എക്സിബിഷൻസും അല്ല, എന്റെ പ്രൊജക്ട് തന്നെ ഞാനിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് 10,000 സ്പൈറലിന്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 1000. ഞാൻ എന്റെ ഒരു ഗ്രൂപ്പിന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് 10,000 ബോട്ടിൽ ഓഫ് സ്പൈറലിൻ. 10,000 ബോട്ടിൽ സ്പൈറലിന നിങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ അധിപനായിട്ട്, നിങ്ങൾ ഒരു ഓർഗനൈസേഷന്റെ അധിപനായിട്ട് നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ഇൻകം ഏതാണ്ട് 10 to 20 lakhs മന്ത്ലി ഇൻകം. ഞാൻ പറഞ്ഞു വന്നത്
10 സ്പൈറലിനെ തുടങ്ങി, അത് 100ആയി, അത് 1000 മാറുമ്പോ, 1000 മാറുന്ന സമയത്ത് ഞാനിപ്പോ പച്ചയപ്പനോട് പറഞ്ഞു കൊടുത്തു, അദ്ദേഹത്തിന് മധുരയിൽ ഒരു ടീം വരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഈ അടുത്ത് പറയാണ്, സെങ്കൽപേട്ട, അവിടെ ആളുടെ പേര് ആരോഗ്യ സ്വാമി. സെങ്കൽപേട്ടയിൽ ഒരു ടീം വരുന്നു, പൂനെയിൽ ഒരു ടീം വരുന്നു. അദ്ദേഹത്തിന് എന്താ ഒരു പേര്, ഇപ്പൊ നമുക്കറിയാം DXL സ്വന്തം ഭാര്യയുടെ പേരിലും മെമ്പർഷിപ്പ് എടുക്കാനും, സരസ്വതി എന്നാണ് അദ്ദേഹത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈറോഡ് ഒരു നന്ദകുമാർ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ ഇവരൊക്കെ പറഞ്ഞു കൊടുത്തത്, ഇവരെല്ലാം 100 വീതം വിൽക്കുന്ന ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യാം. നാച്ചുറലി 1000 ബോട്ടിൽ പോകുന്ന പീരീഡിൽ നിങ്ങളുടെ വോളിയം 7,80,000 വോളിയം വരും, SB വരും. നിങ്ങളുടെ ഇൻകം ഏറ്റവും ചുരുങ്ങിയത് 1 to 2 lakh, ഇൻ ബിറ്റ്വീൻ 1 lakh and 2 lakh. ഞാൻ ആദ്യമേ പറഞ്ഞ പോയിന്റിലേക്ക് ഈ ഒരു പ്ലാനാണ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യേണ്ടത്. ഈ ഒരു പ്ലാനിൽ വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കമ്പനിക്ക് 200ഓളം പ്രൊഡക്റ്റ് ഉണ്ട്, ഗാനോഡർമ ചേർന്നിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. അതാണ് ഡോക്ടർ ലിമ്മിന് ഡോക്ടറേറ്റ് കിട്ടുന്നതും അതിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും, ഈ മസാല ദോശ വാങ്ങിക്കുമ്പോൾ നിങ്ങളറിയാം, ഈ നമ്മുടെ കടകളിലൊക്കെ മസാല ദോശ നമ്മൾ ഓർഡർ ചെയ്താൽ മസാല ദോശ മാത്രമല്ല കൊണ്ടുവരിക, നമ്മൾ ഓർഡർ ചെയ്യാത്തൊരു സാധനം, ബില്ലല്ല കേട്ടോ, ഓർഡർ ചെയ്യാത്തൊരു സാധനം എന്തായിരിക്കും അത്? ഒരു വടയും കൂടി അതിന് ഇരിപ്പുണ്ടാവും. ആ വട നമുക്ക് വേണോ വേണ്ടാന്ന് പറഞ്ഞാല് അപ്പൊ തന്നെ എടുത്തുകൊണ്ട് പോകും. ഈ വടയും പല്ലും കഴിക്കും. ഇപ്പൊ എറണാകുളത്തുള്ള ഹോട്ടലുകളിൽ ഒരു പ്രത്യേകത എന്താ അറിയാമോ? ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യനും ഇല്ലാത്ത ഒരു പുതിയ ഓർഡർ, ജ്യൂസ് വല്ലതും വേണോ സാറേ? അപ്പൊ നമ്മളൊരു 5 പേര് നമ്മുടെ കൂടെ ഒരു പെങ്കൊച്ചും കൂടി ഉണ്ടെങ്കിൽ, എനിക്ക് വാപ്പി എനിക്കൊരു ജ്യൂസ് വേണം. അപ്പൊ പിന്നെ ജ്യൂസ് 1ആയി 2ആയി അഡീഷണൽ ഒരു ചെലവ്. ഇപ്പൊ എറണാകുളത്ത് ഈ കരിക്കീന്ന് എടുക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, എന്താണ് ഒരു 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 സാധനം വിൽക്കുന്നുണ്ട്, 110 രൂപ, 90 രൂപ, 110 രൂപയാണ് എന്റെ വില. പുഡിങ്, കോക്കനട്ട് പുഡിങ്, കരിക്കും വെള്ളവും അഗാറും കൂടി ചേർത്തിട്ട് എന്റെ വൈഫൊക്കെ ഉണ്ടാക്കിയത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കും. പക്ഷെ 110 രൂപയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു 20ഓളം പേര് ഭക്ഷണം കഴിച്ചപ്പോൾ 20 അഡീഷണൽ സാധനം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ DXന്റെ സ്പൈറലിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇതിൽ മെമ്പർഷിപ്പ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ഒരാള് ഈ ഡെന്ററ്റിൽ പോയി നോക്കുമ്പോൾ മറ്റേതെന്താ, ഇതെന്താ, ഉപ്പുണ്ടല്ലോ, പാത്രം കഴുകുന്ന സാധനം ഉണ്ടോ? അങ്ങനെ വ്യക്തിയെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി കൺസ്യൂമർ ആയിട്ട് അവനെ കൺവേർട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ മസാല ദോശ മേടിക്കുമ്പോൾ വട ഫ്രീ കിട്ടുന്നത് പോലെ ഇദ്ദേഹം സ്പൈറലിനെ മേടിക്കുമ്പോൾ ഈ ഓഫീസിൽ വരുമ്പോ അത് കാണുന്നു, കോഫി കാണുന്നു, ദുബായ് പാലസിൽ ഉപയോഗിക്കുന്ന കോഫി, രാജാക്കന്മാർ കുടിക്കുന്ന കോഫി ഉണ്ടോ നിങ്ങൾക്ക്? കോഡിസപ്പ് എന്ന് പറഞ്ഞ കോഫി ഉണ്ടോ? ഓ ഓ ഓ ഓക്കെ. അപ്പൊ കോഡിസപ്പ് എന്താ സാധനം? അത് ഹിമാലയൻ വയാഗ്ര എന്നറിയപ്പെടുന്ന ഒരു സാധനം. ഹിമാലയൻ വയാഗ്രയാണോ? അതേ സാർ, ഒരു സെക്ഷൽ എൻഹാൻസർ ആണ് ആ സാധനം എന്ന് റിസർച്ച്. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിലോട്ട് അവർ പോകുമ്പോൾ മന്ത്ലി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സാമ്പത്തികമുള്ള ഒരാള് റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഞാൻ വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ആ ലളിതയുടെ ഇടയിൽ കൂടെ, അതായത് ലളിതമാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. കാരണം പലപ്പോഴും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇഷ്ടത്തോടെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നു. ഇഷ്ടത്തോടെ എന്തും നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു വലിയ സാമ്രാജ്യമാണ് ഡയറക്ടേഴ്സിന്. ഈ ഒരു ലോകത്തേക്ക് നിങ്ങൾ ഭംഗിയായി നല്ലൊരു പ്ലാൻ വെച്ചുകൊണ്ട്, ഒരു പ്രൊജക്ട് പ്ലാൻ വെച്ചുകൊണ്ട് റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന തലത്തിലേക്ക് നിങ്ങൾ പ്ലാൻ മാറ്റപ്പെട്ടാൽ 101% ആണ്. ഗോപിച്ചേട്ടൻ നമസ്കാരമുണ്ട്. ഗോപിച്ചേട്ടന് കുന്നംകുളത്താണ്. അദ്ദേഹത്തിന്റെ ഒക്കെ പേഴ്സണൽ അനുഭവം, നിങ്ങൾ അദ്ദേഹത്തിന്റെ നമ്പർ, കുന്നംകുളം DXN അടിച്ച അദ്ദേഹത്തിന്റെ നമ്പർ കിട്ടും. എന്തുകൊണ്ടാണ് ഗോപിച്ചേട്ടൻ DXN തിരഞ്ഞെടുത്തതെന്ന് പേഴ്സണലി ചോദിച്ചാൽ 1000 വട്ടം ചോദിച്ചാൽ 1000 വട്ടം പറഞ്ഞു തരാനും മാത്രം. അതായത് ഞാൻ കുന്നംകുളത്ത് അദ്ദേഹത്തിന്റെ ബിൽഡിംഗ്, കുന്നംകുളം പുരുഷോത്തമൻ ഇങ്ങോട്ട് നോക്ക്, ഇല്ല പുരുഷോത്തമൻ, നമ്മള് കുന്നംകുളത്ത് ഗോപിച്ചേട്ടനോ ബിൽഡിംഗ് കണ്ട, ഗോപിച്ചേട്ടന് DXNോ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം കുന്നംകുളത്ത് KSRTC ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വലിയ ബിൽഡിംഗ് മൊത്തം ഗോപിച്ചേട്ടന്റെയാണ്. ഞാൻ ആലോചിക്കുകയാണ്, കഴിഞ്ഞ ദിവസം ജൂനിയർ പ്രോഗ്രാമായിട്ട് അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തിന് 15,000 രൂപ വിലയുള്ള ഒരു ഫ്ലാസ്ക് ഒരു ഹോട്ടലിൽ വെച്ച് മറന്നുപോയി. നമ്മുടെ ടീമിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായതുകൊണ്ടില്ലേ ചോദിച്ചിട്ട് അത് അപ്പൊ തന്നെ അങ്ങോട്ട് പോകാതെ തന്നെ മീറ്റിംഗ് സ്ഥലത്ത് എത്തിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, വലിയൊരു എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ DXN തെരഞ്ഞെടുത്തത്? കുന്നംകുളത്ത് ഒരു എയർ കണ്ടീഷനുള്ള ഹോളിലും ഒരു മീറ്റിംഗ് ഹോളൊക്കെ സെറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ഇതിന്റെ പിന്നിൽ ഒരു സോഷ്യൽ കോസ്റ്റ്. മാക്സിമം ഇനി എനിക്കൊക്കെ അല്ലെങ്കിൽ ഒരു 100 വയസ്സ് വരെയൊക്കെ, 150 കിട്ടുമോ, എത്ര കിട്ടുമെന്ന് അറിയാൻ പാടില്ല, 150 വയസ്സ് വരെയൊക്കെ ജീവിക്കണം എന്നാണ് ആശ. പക്ഷെ നമുക്കതൊന്നുമില്ല.
അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു പോകണം എന്നുള്ള ഒരു പ്രേരണ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഗോപിച്ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് തന്റെ മോൾക്ക് കിട്ടിയ അനുഭവം അതുപോലത്തെയാണ്. അപ്പൊ ഞാനിപ്പോ പറയുന്നില്ല, അതെല്ലാം നിങ്ങൾ ചോദിച്ചു. അത് ഓരോരുത്തരും DXL വരുന്നത് ഓരോരോ കാരണങ്ങൾ, പല പല കാരണങ്ങളാണ് ഓരോരുത്തരും കണ്ടെത്തുന്നത്. അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ മഹാപ്രസ്ഥാനം, ഈ കമ്പനി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റും ഈ ഒരു സാധ്യതയും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളെ നാളെ നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോഴോ, ഒരു ചടങ്ങ് നടക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റപ്പെട്ട ഫാമിലിയിൽ ഒരു കല്യാണം നടക്കുമ്പോഴോ, ഒരു വേണ്ടപ്പെട്ട നിലയിൽ ഒരു കല്യാണത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയായി മാറാൻ, ഒരു നല്ല സമ്പത്തുള്ള ലെവലിലേക്ക് മാറാൻ, അടുത്ത നിമിഷങ്ങളിൽ എന്തും സംഭവിക്കാവുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. കാരണം ഇന്ന് എൻ്റെ അനിയന്റെ ഭാര്യ തിരുവനന്തപുരത്ത് പോയേക്കാം, നെയ്യാറ്റിൻകര അടുത്താണ്. വേറൊന്നുമല്ല, 41 വയസ്സുള്ള അദ്ദേഹത്തിന്റെ എൻ്റെ അനിയന്റെ ഭാര്യയുടെ അവൾ അഡ്വക്കേറ്റ് ആയിരുന്നു. കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡ് എറണാകുളത്ത് കഴിഞ്ഞ 41 വയസ്സുണ്ടാവും, കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പൊ എൻ്റെ അനിയൻ കണ്ടപ്പോ അവിടെ ചെന്ന് എന്റെ ഫോട്ടോസ് ഇട്ട് തന്നിട്ട് പറയാം, ആ പെണ്ണ് ചോദിക്കുക ഇനി എങ്ങനെ മുന്നോട്ട് പോകും. അത് അഡ്വക്കേറ്റ് ആണ് മറ്റേ ആള്. അദ്ദേഹത്തിന് 6 ജോലിക്കാരുണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയാണ് വീട്, പക്ഷെ ഇവിടെ ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. മരിച്ചുപോയി. അപ്പൊ ഈ എൻ്റെ അനിയന്റെ ഭാര്യ ഫാസിലിനോട് ചോദിക്കുക, കൂടെ പഠിച്ച പെൺകുട്ടി മരിച്ചു, 2 കുട്ടികളുണ്ട്, ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും മനസ്സിലാക്കിക്കോ, DXN പോലത്തെ ഒരു പ്രസ്ഥാനത്തിൽ ഒരു കൂട്ടം കൺസ്യൂമറെ ക്രിയേറ്റ് ചെയ്ത് ഒരു കൂട്ടം സ്വപ്നങ്ങളുള്ള ആളുകളെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളില്ലെങ്കിലും ഈ സിസ്റ്റം റൺ ചെയ്യും. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്നു. അങ്ങനെ എഡ്യൂക്കേഷൻ നോക്കാതെ അല്പം പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വലിയ കൂട്ടായ്മയിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഈ മഹാപ്രസ്ഥാനത്തിലൂടെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിനുള്ള സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. സർവേശ്വരൻ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് സാക്ഷാത്കരിക്കാനാവട്ടെ. ഏത് ലെവലിലാണോ ഗോപിച്ചേട്ടും ഞങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഷംസുദ്ദീനും പുരുഷോത്തമനൊക്കെ എങ്ങനെയാണോ ഈ പ്രസ്ഥാനത്തെ കാണുന്നത്, അതേ ലെവലിൽ തന്നെ കണ്ടുകൊണ്ട് ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാനും ഒരുപാട് പേർക്ക് ജീവിതമാർഗം കാണിച്ചു കൊടുക്കാനും ഒരു വലിയ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് 1000, 10,000 സ്പൈറലിന് ഉൾപ്പെടുന്ന പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എംഎച്ച്എംഎസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ നേരിട്ട് കാണാമെന്ന വിശ്വാസത്തിൽ അവസാനിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ചോദിച്ചിട്ട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ മേഘുട്ടി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ക്ലോസ് ചെയ്യാണ്. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.